ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈലിൽ നാടൻ ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചേന വേവാത്തതാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ചേന അടുപ്പത്ത് വെച്ച് വേവിച്ച് പകുതി വേവാവുന്ന സമയത്ത് വേണം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എല്ലാം കൂടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ താഴെ വെള്ളവും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 5-6 പച്ചമുളകും ഒരു 1/2 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പകുതി വേവാകുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേകാൻ പാടാണ്. അതുകൊണ്ടാണ് നേരത്തെ ഉപ്പിട്ട് കൊടുക്കാത്തത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് പുളിയും ഉപ്പും ഒന്നും കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ കറക്റ്റായി വരത്തില്ല. ഇപ്പം ഞാനിതിലേക്ക് വാളംപുളിയാണ് ചേർക്കുന്നത്. ഞങ്ങളുടെ അങ്ങോട്ട് പൊതുവേ കോട്ടയം ഭാഗത്തേക്കൊക്കെ മാങ്ങയോ അല്ലെങ്കിൽ വാളംപുളിയാണ് ചേർക്കുന്നത്. തൈര് എങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. തൈര് പൊതുവെ ചേർത്ത് കൊടുക്കാറില്ല. ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങായും പച്ചമുളകും ജീരകവും കൊച്ചുള്ളി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ആവി കയറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം അവിയലിന്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ അവിയൽ അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ഇപ്പം കറിവേപ്പിലയുടെ പുറത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടും കൂടെ വരണം. അപ്പോഴാണ് നമ്മുടെ അതിൻ്റെ അവിയലിൻ്റെ സ്മെല്ലടിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവിയൽ കറക്റ്റായോ എന്ന്. അപ്പോൾ നന്നായിട്ട് ഞാനിന്ന് ഇളക്കി കൊടുക്കുവാണ്. നമ്മുടെ ചേന വേവാത്തതാണെങ്കിൽ നേരത്തെ നമ്മളൊരു 5 മിനിറ്റ് മുമ്പേ തന്നെ ആദ്യം ചേന വെച്ച് കൊടുക്കണം. അതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ചേന വേവാതെ കിടക്കും. ഇതെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നാടൻ അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.